അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ അമ്മയുടെ അടുത്ത്, എനിക്കിപ്പോൾ ഈ പെണ്ണുകളുടെ ആവശ്യമുണ്ടോ? ഓൾറെഡി അമ്മയുടെ എൻ്റെ ആൻസൈറ്റി ഇഷ്യൂ കാര്യങ്ങളെല്ലാം അറിയുന്നതല്ലേ. എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഐഡിയോളജി ആയിട്ട് തീരെ പറ്റുന്നില്ല. ഹായ്, ഞാൻ അന്ന. എടോ, താൻ ഓക്കെ അല്ലേ? ആ, ജ്യൂസ് എന്തെങ്കിലും പറയട്ടെ? ഞാൻ ഓക്കെയാണ്, എനിക്കൊന്നും വേണ്ട. എടോ, തനിക്ക് ഓക്കെ അല്ലല്ലേ? ഇറ്റ്സ് ഓക്കെ. ഫാദർ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. എടോ, ഇത് താൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അത് സാറില്ല, ഞാൻ ഈവനിങ്ങേ വരുള്ളൂ എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടാ വന്നേ. നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. തേന പറഞ്ഞിരുന്നോ എബി ആള് കാണാൻ കുറച്ച് ചുള്ളനാണ്. കുഴപ്പമില്ല. എടാ താങ്ക്സ്. ഞാൻ വിചാരിച്ച എല്ലാ ഡേയും പോലെ ഈ ഡേയും ഫ്ലോപ്പ് ആയിന്ന്. ഇതിപ്പോ 14ാമത്തെ പെണ്ണാണല്ലോ. നമ്മൾ എന്തൊക്കെ നേടിയാലും ചിലതൊന്നും ഇല്ലെങ്കിൽ നമ്മളതൊന്നും അല്ല ഇതാക്കി കളയും. മറ്റുള്ളവരെ പോലെയല്ല. സാധാരണ പെണ്ണ് കണ്ടു പോയിട്ട് ഫോൺ വിളിച്ചാ പറയാറ് ഇഷ്ടപ്പെട്ടില്ല, താല്പര്യമില്ല എന്നൊക്കെ. ഇതിപ്പോ താൻ നേരിട്ട് പറഞ്ഞല്ലോ, അതെനിക്കിഷ്ടായി. അപ്പൊ ശരി, നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. എടോ അന്ന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയൊന്നും പറയണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എടോ, ഞാൻ എബിയല്ല, ഹരിയാണ്. എൻ്റെ ഈ ആൻസൈറ്റി ഇഷ്യൂ കാരണം എനിക്ക് പറയാൻ പറ്റാഞ്ഞ ഐ എം സോറി. എടോ ശരിക്കും സോറി. താൻ ആരാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ താൻ അടിപൊളിയാ. പിന്നെ ജാതി മതമൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ പൂജാമുറിയിലൊരു ബൈബിൾ വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ.